ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു ചെറിയ ട്യൂട്ടോറിയലായിട്ട് വന്നിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സംഭവമാണ് AI എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വർക്ക് ഫ്ലോയിൽ നമുക്ക് എങ്ങനെ AI കൊണ്ടുവരാം, നമ്മുടെ 3Dയിൽ ചെയ്ത വർക്ക്സൊക്കെ ഔട്ട്പുട്ടൊക്കെ നമുക്ക് എങ്ങനെ AI വെച്ചിട്ട് റെൻഡർ ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ റിയലിസ്റ്റിക് ആക്കാം എന്നുള്ളൊരു സംഭവമാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് ഷോർട്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. AI ചെയ്തിട്ടുള്ള കുറച്ച് റെൻഡേഴ്സാണ് ഇതൊക്കെ. AI നാനോ ബനാന വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട്സ് ആണ് കേട്ടോ. ഇതിൽ കാണുന്ന 3D മോഡൽസ്, ഈ ബാക്കിൽ കാണുന്ന ഈ വില്ലൊക്കെ ഉണ്ടല്ലോ, വീടൊക്കെ, ഇതൊക്കെ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഇമേജാണ്. ജസ്റ്റ് ടെസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു 3D മോഡലാണ്, പിൻട്രസ്റ്റ് മോഡലാണത്. ഓക്കെ, അതിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലൈറ്റിങ്, നൈറ്റ്, ഡേ, ഡ്രോൺ ഷോട്ട്, അങ്ങനെ കുറച്ച് ഷോട്ട്സാണിത് ലൈഫൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. വ്യത്യസ്ത ട്രോപ്പിക്കൽ ഏരിയാസ്, അതുപോലെ തന്നെ ഈ വീടൊക്കെ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഇമേജസ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് 3D വർക്ക്സ് ആണ്. ഇപ്പോൾ നമുക്ക് എങ്ങനെ ഇത് റെൻഡർ ചെയ്തെടുക്കാം എന്നുള്ളതാണ്, AI വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാനുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. ഞാൻ അതിനായിട്ടൊരു ചെറിയ പ്ലഗിൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്ലഗിൻ വെച്ചിട്ടാണ് ഞാനിതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് പ്ലഗിൻ റൺ ചെയ്യുക. ഞാനിവിടെ ഒരു പ്ലഗിൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ ഒരു പ്ലഗിൻ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. വൺസ് നമുക്ക് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമേജൊക്കെ അടിപൊളിയായിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നാനോ ബനാന ഒക്കെ ഉപയോഗിച്ചിട്ട്, ജെമിനി, ChatGPT ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിനുള്ളൊരു പ്രോംപ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു മെയിൻ സംഭവമാണ് ഈ ഒരു ടൂള് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ട്രക്ചറൽ റെഫറൻസ് ഇമേജിൽ നമ്മൾ ബ്രൗസ് എന്നൊരു ഓപ്ഷനിൽ ഇമേജ് പാത്ത്, ആ ഒരു ബ്രൗസ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കവിടെ നമ്മുടെ കയ്യിലുള്ള ഒരു 3D മോഡൽ അവിടെ കൊണ്ടിടാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള പിൻട്രസ്റ്റിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് ഇമേജസ്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഈ ഒരു ഇമേജ് എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അതിനുശേഷമായി തൊട്ട് താഴെ ലൊക്കേഷൻ ഇമേജ് ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ്. ഇത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിത് ടിക്ക് ഇട്ടതിന് ശേഷം ഇവിടെ ബ്രൗസിൽ പോവുക, എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ചൂസ് ചെയ്ത് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു ഇമേജ് ഞാനിവിടെ ചൂസ് ചെയ്യാണ്. കാണിച്ചു തരാട്ടെ ഇമേജ്. ഇതാണ് ഇമേജ്. ഈ ഒരു ഇമേജ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്യാണ്. ആ ഇമേജ് സെലക്ട് ചെയ്തുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഇമേജിൽ നമ്മളുടെ 3D മോഡൽ അവർ അവിടെ സെറ്റ് ചെയ്ത് തരും. അതാണ് അതുകൊണ്ടൊരു ഗുണം. പിന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ബിൽഡിംഗ് പ്ലസ് സ്റ്റൈല് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. മോഡേൺ വില്ല, അതേപോലെ കുറച്ച് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാണ്ട് കണ്ടംപററി ഹൗസ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡിസൈനെ കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ എന്ത് തരം ടൈപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ബ്ലാങ്ക് ആയിട്ട് വിട്ടാലും, മോഡേൺ വില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടാലും മതി. അതുപോലെ ആർക്കിടെക്ചർ സ്റ്റൈൽ ഉണ്ട്, ട്രോപ്പിക്കൽ, മോഡേൺ, കേരള ട്രഡീഷണൽ, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇതിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനതെല്ലാം ട്രോപ്പിക്കൽ, മോഡേൺ അങ്ങനെയൊക്കെ വിടുകയാണ്. ഇവിടെ പ്രോംപ്റ്റ് സ്റ്റൈല് പലതരത്തിലുള്ള സ്റ്റൈലുണ്ട്, സിനിമാറ്റിക്, ഡീറ്റെയിൽഡ്, കൺസൈസ്, കോൺസെപ്ച്വൽ. അപ്പോൾ അതൊക്കെ ഞാനങ്ങനെ ജസ്റ്റ് ഡിഫോൾട്ടായിട്ട് വിടുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് 1, 2 കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു സംഭവമാണ് ലൊക്കേഷൻ. നമുക്ക് ഇഷ്ടമുള്ള ലൊക്കേഷൻ തിരഞ്ഞെടുക്കാം ഇതിൽ, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പ്ലേസും ഉണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ലൊക്കേഷൻ കൊടുക്കേണ്ട കാര്യമില്ല, കാരണം നമുക്ക് ഈ വീട് എവിടെയാണ് വരേണ്ടത് എന്നുള്ളത് ഈ ലൊക്കേഷൻ ഇമേജിലൊക്കെ, ഈ ഒരു ഇമേജിലാണ് എനിക്ക് വരേണ്ടത് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇമേജ് എന്ന് പറയുമ്പോൾ അതിലുള്ള ലാൻഡ്സ്കേപ്പ്, റോഡ്, അതിലുള്ള ലൈറ്റിങ്, അങ്ങനത്തെ ഒരു സംഭവമാണ് അതിൽ വരാൻ പോണത്. സോ നമുക്ക് ഈ ലൊക്കേഷൻ റീജിയൻ അതിൻ്റെ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ക്ലോസ് ചെയ്ത് വിടുക. നാലാമത്തെ ഒരു ഓപ്ഷനാണ് മൂഡ്, ടൈം, വെതർ. ഇതിൽ നമുക്ക് ടൈം ഓഫ് ദ ഡേ ഏതാണ്, മിഡ് ഡേ വേണം, ഗോൾഡൻ അവർ വേണം. അപ്പോൾ നമുക്ക് തൽക്കാലം വേണമെങ്കിൽ ഗോൾഡൻ അവർ സെലക്ട് ചെയ്തിടാം. ഓക്കെ,
അതുപോലെ പ്രൈമറി മോഡ്, ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ റിയലിസ്റ്റിക്, സിനിമാറ്റിക്, ഇതിൽ ഏത് കൊടുത്താലും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയുള്ള ഇമേജ് തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് അൾട്രാ ഫോട്ടോ റിയലിസ്റ്റിക് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ സിനിമാറ്റിക് സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, ഒരു 3-4 ഓപ്ഷൻസ്. ഇത് നമ്മൾ മൊബൈലിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ എന്താ പറയുക, ഫിൽറ്റേഴ്സ് പോലെയൊക്കെ, കൂള്, വാമ്, നാച്ചുറൽ, വിവിഡ്, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ്. അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റത്തെ ഓപ്ഷൻ നാച്ചുറൽ ലൈറ്റാണ് സെലക്ട് ചെയ്തിരുന്നത്. ഇനി നമുക്ക് വെതർ സെലക്ട് ചെയ്യാം, ഏത് അവസ്ഥയാണ്, മഴ വേണോ, വെയിൽ വേണോ, അതോ കാറ്റടിക്കണോ, മഞ്ഞ് വീഴണോ എന്നുള്ള ഒരു സംഭവമാണുള്ളത്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ മൺസൂൺ സെലക്ട് ചെയ്തതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലത്തേക്കുള്ള പാർഷ്യലി ക്ലൗഡി ഓപ്ഷൻ ഓണാക്കിയതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് താഴെ ഒരു 5ാമത്തെ ഓപ്ഷനാണ് ഹ്യൂമൻ പ്ലസ് വെഹിക്കിൾ. ഓക്കെ, അതിൽ നമുക്കുള്ളത് ഹ്യൂമൻസിനെ നമുക്ക് ഹ്യൂമൻ പ്രസൻസ് അവിടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഫ്യൂ പീപ്പിൾ നാച്ചുറലി പ്രസൻറ്റ്, അവിടെ ഇവിടെ കയറ്റി കുറച്ച് ആൾക്കാർ കാണിക്കാം. സിംഗിൾ പേഴ്സൺ, കപ്പിൾസ്, ഫാമിലി, കിഡ്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാനതിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ജോഗർ പാസിംഗ് ബൈ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ വെഹിക്കിൾ പ്രസൻസ്, അത് നമുക്ക് ഇഷ്ടമുള്ള വണ്ടികൾ ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ റീജിയൻ അപ്രോപ്രിയേറ്റ് ലക്ഷറി ഓട്ടോ ഉണ്ട്. ആ ഒരു പ്ലേസ്, ആ റെൻഡർ ചെയ്ത് വരുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സ്ഥലം എവിടെയാണോ എന്നുള്ളത് AI മനസ്സിലാക്കിയിട്ട് ഓട്ടോമാറ്റിക് അവിടെയുള്ളൊരു ലക്ഷറി ഓട്ടോ നമുക്ക് തരും. അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ റേഞ്ച് റോവറിൻ്റെ ഒരു മാറ്റ് ബ്ലാക്ക് ഓർ പേൾ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക്, മാറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു റേഞ്ച് റോവർ ഇവിടെ വരും. പിന്നെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്യാം. പിന്നെ ഒരു ബൗണ്ടറി വാൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ബൗണ്ടറി വാൾ വേണ്ടെങ്കിൽ നമുക്ക് അൺടിക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേറെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം അത് ഓട്ടോ ഇട്ടിട്ട് വിടുകയാണ്. പിന്നെ ക്യാമറ ക്വാളിറ്റി ഇത് ഓഫ് ചെയ്യുക. പിന്നെ ക്യാമറ ക്വാളിറ്റി എന്നിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ലേറ്റസ്റ്റ് ക്യാമറാസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, ഏത് ക്യാമറയിൽ എടുത്ത ഫോട്ടോ പോലെ കിട്ടണം എന്നുള്ളത്. അപ്പോൾ ഞാൻ തൽക്കാലത്ത് ഈ ഹാസൽ ബ്ലഡ് തന്നെ ഇട്ട് വെച്ചേക്കാണ്, അതിൽ വേറെ മാറ്റവും വരുത്തിയിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ ഫോഴ്സ്, ഫ്രണ്ട് റോഡ്, വിസിബിൾ സൈഡ് കോർണർ റോഡ്, ഇതൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആഡ് ചെയ്തുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെൻഡർ ചെയ്ത് ഔട്ട് കിട്ടുമ്പോൾ അതിനൊരു സൈഡ് റോഡ് ഉണ്ടാവും, ഒരു ഫ്രണ്ട് റോഡൊക്കെ അതിൽ വിസിബിൾ ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ടിൽ. ആ CGI ലുക്കൊന്നും കിട്ടാണ്ടിരിക്കാനായിട്ട് ഇവിടെ നോ CGI, നോ കാർട്ടൂൺ എന്നിട്ടുള്ള ഓപ്ഷൻ ടിക്ക് ഇടാണ്ട്, അതൊക്കെ ഓട്ടോമാറ്റിക് ഡിഫോൾട്ടായിട്ട് ടിക്ക് വീണുണ്ടായിരിക്കും. ഓക്കെ, അതിനുശേഷം തൊട്ട് താഴെ വരുന്ന 7ാമത്തെ ഓപ്ഷനാണ് സ്റ്റോറി ബോർഡ്. അത് നമുക്ക് ശരിക്കും ഇപ്പോൾ നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ക്ലിയർ ചെയ്ത് വിടാം. ഓക്കെ, സ്റ്റോറി ബോർഡിന് തൊട്ട് താഴെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഔട്ട്പുട്ടിലാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇപ്പോൾ ഇത്രയും സെലക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ജനറേറ്റ് ആവാണ്. ഞാനിവിടെ ജനറേറ്റ് മെയിൻ പ്രോംപ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഒരു പ്രോംപ്റ്റ് ജനറേറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോംപ്റ്റ് അവിടെ ജനറേറ്റ് ആയി. ഈ ജനറേറ്റ് ആയ പ്രോംപ്റ്റിന് ഞാൻ Ctrl+I അടിച്ച് സെലക്ട് ചെയ്തു. Ctrl+C അമർത്തിയ കോപ്പി ആവും, അല്ലെങ്കിൽ ഇവിടെ കോപ്പി ഔട്ട്പുട്ട് അങ്ങനെ കോപ്പി ചെയ്യാം. ഓക്കെ, കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ആ കോപ്പി ചെയ്തിട്ട് അതിനെ ഞാൻ യൂസ് ചെയ്യണ ഒരു സൈറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ പിക്കാണ്. ഫ്രീ പിക്ക് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് ഫ്രീ പിക്ക് പ്രോയാണ്. ഫ്രീ പിക്കിൻ്റെ പ്രീമിയം ഉണ്ട്. അപ്പോൾ അതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ ഇമേജ് ജനറേറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഇമേജ് ജനറേറ്ററിൽ പോയി കഴിഞ്ഞാൽ എന്തോ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഇമേജ് ജനറേറ്ററിൻ്റെ ഒരു ഓപ്ഷൻ അവിടെ ആഡ് ആവും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ സീനിൽ നമുക്ക് ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടല്ലോ 2 ഇമേജസ്. ഏതായിരുന്നു, ഒന്ന് ഒരു ഫസ്റ്റ് ഇമേജ് ഇതാണ്, ഒരു ക്ലേ മോഡൽ ടെറാക്കോട്ട സ്റ്റൈലിലുള്ളൊരു വീട്, പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു വീടാണ് ഇട്ടത്. അതെന്ത് ചെയ്യുക, നേരെ ഇവിടെ നിന്ന് ഒരു നോഡ് എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഒരു ഇമേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വലിച്ചു കൊണ്ടുവന്നാൽ ഇപ്പുറത്തെ റെഫറൻസിൽ നമുക്കിവിടെ കൊണ്ടിടാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ലൊക്കേഷനായിട്ട് എന്താ ഒരു ഇമേജ് വേറെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, ആ ഒരു ഇമേജും നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം. ഇതിൽ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഫ്രീ പിക്ക് എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക് എന്നാണ് ഇപ്പോൾ അതിൻ്റെ പേര് കേട്ടോ, ഫ്രീ പിക്ക് വെബ്സൈറ്റിൻ്റെ. അതും റെഫറൻസ് ഇമേജിലേക്ക് വലിച്ചിട്ട് അതിനുശേഷം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളിവിടെ ഏത് AI ആണ് യൂസ് ചെയ്യണമെന്നുണ്ട്. ഇവിടെ ഓട്ടോയിലായിരിക്കും കിടക്കേണ്ടവ, അത് നമുക്ക് ഇഷ്ടമുള്ള AI സെലക്ട് ചെയ്യാം. ഈ ഫ്രീ പിക്കിലാകുമ്പോൾ ഒരുപാട് AI മോഡൽസ് നമുക്ക് ഇതിൽ കിട്ടും. സീഡ്രീം, റൺവേ, അതേപോലെ തന്നെ GPT-2, GPT-1.5, നാനോ ബനാന പ്രോ, നാനോ ബനാന 2. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നാനോ ബനാന 2 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ നാനോ ബനാന 2 സെലക്ട് ചെയ്തു. അതിൽ നമുക്ക് റേഷ്യോ ഉണ്ട്, ആസ്പെക്ട് റേഷ്യോ, നമുക്ക് എന്ത് റേഷ്യോ വേണ്ടത്. ഇപ്പോൾ വെർട്ടിക്കലല്ലേ കാണിച്ചിട്ടുള്ളത്, നമുക്ക് വെർട്ടിക്കൽ വേണമെങ്കിൽ വെർട്ടിക്കൽ, നല്ല വൈഡ് ആംഗിൾ വേണമെങ്കിൽ വൈഡ് ആംഗിൾ, ഇപ്പോൾ സാധാ ഒരു 16:9 റേഷ്യോ എന്ന് പറഞ്ഞാൽ സാധാ വൈഡ് ആംഗിൾ. ഓക്കെ, പിന്നെ 9:60 എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലായിട്ടുള്ള ഒരു ഷോട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഷോട്ടുകളുണ്ട്. അപ്പോൾ ഞാനതിൽ 3:4 ആണ് തൽക്കാലത്തേക്ക് ഇടുന്നത്.
അതിനുശേഷം നമുക്കിവിടെ റെസൊല്യൂഷൻ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെ വേണം, 1K ഉണ്ട്, 2K ഉണ്ട്, 4K ഉണ്ട്. ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് 2Kയിലാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഈ ഫ്രീ പിക്ക് വെബ്സൈറ്റ് നമ്മൾ പ്രീമിയം അല്ലെങ്കിൽ പ്രോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 2Kയിൽ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ അത് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് റെൻഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു റണ്ണിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ഇവിടെ മിസ്സിങ് പ്രോംപ്റ്റ്. നമ്മളിവിടെ നമ്മുടെ പ്രോംപ്റ്റ് കോപ്പി ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രോംപ്റ്റ് അവിടെ കോപ്പി ചെയ്തു. കോപ്പി ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ ടെക്സ്റ്റ്, ഈ കോപ്പി ചെയ്തതിൻ്റെ ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഇവിടുത്തെ ഇമേജ് ജനറേറ്ററിൻ്റെ ഇവിടെ താഴെ ടി കണ്ടില്ല ഒരു ടെക്സ്റ്റ്, അതിലേക്ക് കൊണ്ട് ലിങ്ക് ചെയ്യുക. അങ്ങനെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോംപ്റ്റ് ഈ ഒരു ഇമേജ് ജനറേറ്ററിലേക്ക് ലിങ്ക് ആയി. അപ്പോൾ ഈ രണ്ട് ഇമേജും കൂടി ചേർന്നിട്ടുള്ള അതിനുള്ളൊരു പ്രോംപ്റ്റാണ് നമ്മൾ ആ ഒരു പ്ലഗിൻ വെച്ച് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ നേരെ ഇവിടെ വന്നിട്ട് ഈ ഒരു ഇമേജിൽ റൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ റൺ അൺലിമിറ്റഡ് എന്ന് പറയുന്നത് ഞാൻ അവിടെ 2K ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. 1K സെലക്ട് ചെയ്താലും അൺലിമിറ്റഡ് ആയിട്ട് എനിക്ക് എത്ര ഇമേജ് വേണമെങ്കിൽ ഉണ്ടാക്കാം, 1000 2000 എത്ര വേണമെങ്കിൽ ജനറേറ്റ് ചെയ്യാം. 2K റെസൊല്യൂഷൻ ആയാലും എനിക്ക് അൺലിമിറ്റഡ് ആയിട്ട് തന്നെ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. 4K ആകുമ്പോൾ എന്ത് ചെയ്യും, ഒരു ഇമേജിന് 150 ക്രെഡിറ്റ് പോകും. നമുക്കൊരു പ്രോയൊക്കെ ആകുമ്പോൾ 6 ലക്ഷം ക്രെഡിറ്റ് കിട്ടും, അതിൽ നിന്ന് 150 ക്രെഡിറ്റ് പോകുന്നുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് തൽക്കാലത്തേക്ക് 4K വേണ്ട, 2K മതി. 2K തന്നെ ധാരാളമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പറഞ്ഞ 3D മോഡൽ. ഇതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ടൈം വരുന്നത് ഗോൾഡൻ അവർ ആണ് അല്ലേ. ഇനി നമുക്കവിടെ ഒരു റേഞ്ച് റോവർ കാർ കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് ഇവിടെ വേറെ ഓപ്ഷൻ ഉണ്ട്, നമ്പർ ഓഫ് ജനറേഷൻ. അത് എത്ര ജനറേഷൻ വേണമെന്നാണ്. അപ്പോൾ ഒരു ഇമേജ് മാത്രം ഔട്ട് കിട്ടിയാൽ മതി, അത് 2 എണ്ണം കിട്ടണോ 3 എണ്ണം കിട്ടണോ, അതിൻ്റെ എണ്ണം നമുക്ക് നമ്പറോടെ കൊടുക്കാൻ പറ്റും. അപ്പം തൽക്കാലത്തേക്ക് ഞാൻ 2 എണ്ണം കൊടുത്തു. അതിന് ശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റൺ അൺലിമിറ്റഡ് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ റണ്ണ് അൺലിമിറ്റഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആ ഒരു ടൈം കാണിക്കും, എത്ര ടൈം ഉണ്ടെന്നുള്ളത്. 35 സെക്കൻഡിനുള്ളിൽ നമുക്ക് 2 ഔട്ട്പുട്ട് കിട്ടും. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടണത്, ഈ ഒരു പ്ലഗിൻ വെച്ചിട്ട് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്തിട്ട് കിട്ടണത്. സാധാരണ നമുക്ക് ഈ എന്താ പറയുക, നല്ലൊരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നല്ലൊരു പ്രോംപ്റ്റ് വേണം. പ്രോംപ്റ്റ് ഉണ്ടാക്കാനാണ് പാട്. കുറച്ച് നേരം AI-നെ പഠിപ്പിച്ചു കൊടുക്കണം, എന്താ പറയുക, നമുക്ക് ഇന്ന സാധനങ്ങൾ വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ ഒരു പ്രോംപ്റ്റിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാനവിടെ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്കൊരു യാതൊരു ചേഞ്ചസ് ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് എടുത്ത് തരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഇപ്പോൾ വന്നിട്ടുള്ള ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് ആ ഒരു സംഭവങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ജോഗിങ് ചെയ്യുന്ന ഒരു ആൾ, അതുപോലെ ഒരു റേഞ്ച് റോവർ കാർ, നമ്മുടെ മോഡൽ അവിടെ ഉണ്ട്. അതേപോലെ ആ ഒരു അരേക്ക പാം, ആ ഒരു കവുങ്ങിൻ്റെ കുറച്ച് ട്രീസ് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു വ്യൂ. ഇത് രണ്ടാമത്തെ വ്യൂവിലും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല, ഈ ഒരു ഔട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇത് പോരാ എന്ന് തോന്നി, ഇവിടെ കുറച്ച് ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ഒക്കെ ആഡ് ചെയ്താൽ നന്നായിരുന്നു എന്ന് തോന്നി. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒന്നല്ലെങ്കിൽ ഇവിടെ റൺ അൺലിമിറ്റഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, വീണ്ടും ഒന്നുകൂടി റൺ ചെയ്യാം. അപ്പോൾ വേറൊരു ഇമേജ് ജനറേറ്റ് ആയി വരും. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ജനറേറ്റ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഇനി കിട്ടുന്ന ഔട്ട്പുട്ട് ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ ചിലപ്പോൾ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് തവണ ഇങ്ങനെ ജനറേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, അത് മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഈ AI-ക്ക് അവസാനം ഭ്രാന്താവും, അത് വേറെ എന്തെങ്കിലുമൊക്കെ ഇമേജ് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഒരു 3-4 വട്ടമൊക്കെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിർത്തുക, എന്നിട്ട് വീണ്ടും ആദ്യം തൊട്ട് വേറെ ഏതെങ്കിലും വീണ്ടും അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ പ്രോംപ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ട്രൈ ചെയ്താൽ മതി. അപ്പോൾ അതിപ്പോൾ അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് കിട്ടും. സെയിം തന്നെ ഒരു ഗോൾഡൻ അവർ കൊടുത്തിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, സെയിം. അപ്പോൾ അടുത്ത ഇമേജിൽ നമുക്ക് വന്നിട്ടുള്ളത് റേഞ്ച് റോവർ ഉണ്ട്, പക്ഷെ അത് വേറെ രീതിയിലാണ് വണ്ടി എടുക്കുന്നത്. അതേപോലെ ആ ഒരു കവുങ്ങിൻ്റെ തോട്ടം, ജോഗിങ്ങിന് പോണ ഒരു പുള്ളി, ആ ഒരു ഗോൾഡൻ അവറിൻ്റെ ലൈറ്റൊക്കെ അവിടെ അടിക്കുന്നില്ല. നമ്മുടെ വീഡിയോന് അധികം മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, സെയിം ആണ് വന്നിട്ടുള്ളത്. അതേപോലെ രണ്ടാമത്തെ ഇമേജ് ഇവിടെ ജനറേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സംഭവം ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നേ. ഇനി ഇതിൻ്റെ വേറെ ഒരു ഷോട്ട് കൂടി കാണിക്കുക. ഇതിപ്പോൾ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം, നിങ്ങൾക്കിപ്പോൾ പ്രോംപ്റ്റ് കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് ഇതൊന്നും ചെയ്യാനായിട്ടുള്ള AI ഇല്ല, ഫ്രീ പിക്ക് വാങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ ജെമിനി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്, വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഇമേജ് നമുക്കിവിടെ ജനറേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് രണ്ടാമത്തെ ഇമേജ്. കൊള്ളാം, അത് വേറൊരു ആംഗിളിൽ നിന്ന് തന്നെ, പക്ഷേ അവിടെ ജോഗിങ്ങിന് പോണ ലേഡി, റേഞ്ച് റോവർ, ഒരു ബെൻസ്,
ബാക്കിയെല്ലാം അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്തൊക്കെയോ ചെറിയ ഇതുണ്ടാവും, ഒരു പാമ്പിൻ്റെ അത് ആ ഒരു ഇമേജിൽ ഉള്ളൊരു ഇതാട്ടോ. മറ്റേ നമ്മളൊരു റെഫറൻസ് ഇമേജ് കൊടുത്തില്ലേ, ആ ഒരു ഇമേജിലുള്ള സംഭവമാണത്. അത് നമുക്ക് ഇവിടുന്ന് എഡിറ്റ് ചെയ്ത് കളയാമെന്നുള്ള ഫ്രീ പിക്കിൽ. പിന്നെ ഇനി നമുക്കിപ്പോൾ ഈ ഒരു ഇമേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ ആ ഒരു ഇമേജിനെ വെച്ചിട്ട് നമുക്ക് സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്യണം. അതിനാണ് നമുക്ക് ആ ഒരു ഇതിൽ സ്റ്റോറി ബോർഡ് ഉണ്ടായിരുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു സ്റ്റോറി ബോർഡ് നമുക്ക് പിന്നെ നോക്കാം. ഈ സ്റ്റോറി ബോർഡിൽ നമുക്ക് എന്താക്കാം, നമുക്കിവിടെ കുറച്ച് 15 ഷോട്ടുകൾ കൊടുത്തിട്ടുണ്ട് വ്യത്യസ്ത തരത്തിൽ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് എനിക്കൊരു ഷോട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഷോട്ട് 8 തൽക്കാലത്തേക്ക് ഒരു റിയർ വാക്കിംഗ് ഫോളോ ഷോട്ട്, പിന്നിൽ നിന്നും എടുക്കുന്ന ഒരു ഷോട്ടാണ് അത്. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ ആ ഒരു ഷോട്ട് എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ എന്താണ് ഒരു ലോക്കൽ മിൽക്ക് മാൻ, ഓക്കെ, ഒരു നടക്കണ ഒരു ഷോട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ എടുക്കാം. അപ്പോൾ അവിടെ എഴുതി കൊടുക്കണം, ഈ ഒരു സ്റ്റോറി ബോർഡിൽ എന്ത് എഴുതി കൊടുക്കണം, ലോക്കൽ മിൽക്ക് മാൻ വാക്സ് ഡൗൺ ദ, ഒരു റെയിനി ടൈമിൽ എഴുതാം, ഒരു റെയിൻ സോക്ഡ് സ്ട്രീറ്റ്. പിന്നെന്താ, ക്യാരിങ് എ സ്റ്റീൽ മിൽക്ക് ക്യാൻ ആൻഡ് ക്ലോത്ത് ബാഗ് ഫിൽഡ് വിത്ത് ഫ്രഷ് സപ്ലൈസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാം. സപ്ലൈസ് എന്നൊക്കെ ഇടുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷോട്ടിൽ ഇതാണ് നമ്മുടെ സ്റ്റോറി ആയിട്ട് വരുന്നത്. ഇങ്ങനെ ഒരു സ്റ്റോറിയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ. എന്നിട്ട് എന്ത് ചെയ്യുക, ഔട്ട്പുട്ടിൽ പോയിട്ട് ജനറേറ്റ്, മെയിൻ പ്രോംപ്റ്റ് അല്ല, ജനറേറ്റ് സ്റ്റോറി ബോർഡ് ഷോട്ട് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റോറി ബോർഡ് നമുക്ക് പ്രോംപ്റ്റ് ജനറേറ്റ് ആയി. അത് കോപ്പി ചെയ്യുക, എന്ത് ചെയ്യുക, നേരെ നമ്മുടെ മെയിൻ ഇമേജിൽ പോവുക. മെയിൻ ഇമേജിൽ പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിൽ ഏത് ഇഷ്ടപ്പെട്ട വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനത് ഇവിടെ നിന്ന് എന്ത് ചെയ്തു, അതിൻ്റെ ഒരു ഇമേജ് ജനറേറ്റർ, അടുത്തൊരു ഇമേജ്, ആ ഒരു മെയിൻ ഇമേജിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നു. ഓക്കെ, ജനറേറ്റ് ആയ ഒരു ഇമേജിൽ നിന്ന് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നു. ഇത് ഫ്രീ പിക്കിലാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്ലോയിൽ ഞാൻ വേറെ കാണിച്ചു തരാം. അതേപോലെ ഞാനതിൻ്റെ നാനോ ബനാന 2 സെലക്ട് ചെയ്തു. ഈ 1K എന്നുള്ളത് 2K റെസൊല്യൂഷനാക്കി. നമുക്ക് ഇതിൻ്റെ ഷോട്ട് എങ്ങനെ വേണം, ഞാനൊരു 3x4 ഇട്ടു, ഒരു 2 ഷോട്ട് എനിക്ക് വേണം. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ ആ പ്രോംപ്റ്റ് നമുക്ക് കോപ്പി ചെയ്യണ്ടേ, ആ പ്രോംപ്റ്റ് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്തു, ആ പ്രോംപ്റ്റ് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, പ്രോംപ്റ്റ് കണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ 2 ഓപ്ഷൻ സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് റൺ അൺലിമിറ്റഡ് കൊടുക്കുക. അപ്പോൾ എന്താവും, ആ ഒരു പുതിയ ഇമേജ് ജനറേറ്റ് ആവും, ഒരു സ്റ്റോറി പോലെ ജനറേറ്റ് ആവും. നമ്മുടെ ഈ കാണുന്ന ഈ ഇമേജിൻ്റെ വെച്ചിട്ട് ബേസ് വെച്ചിട്ട് നമുക്കൊരു ഒരു ലോക്കൽ ഒരു പാൽക്കാരൻ, അയാളുടെ ആ ഒരു പാലിൻ്റെ ഒരു ക്യാൻ ഉണ്ടല്ലോ അതും, പിന്നെ ഒരു തോൾസഞ്ചി പോലെ കുറച്ച് ബ്രെഡും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സപ്ലൈസ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നൊരു ഷോട്ടാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഒരുപാട് ഷോട്ടുകൾ നമുക്കിവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ നമ്മുടെ മാക്സിൽ ആ ഒരു സ്റ്റോറി ബോർഡ് ഇപ്പോൾ മറ്റേത് ഇവിടെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ഷോട്ട്, എന്താ പറയുക, ഇവിടെ ലോ റോഡ് ലെവൽ ആക്ഷൻ ഷോട്ട് എന്നൊരു ഓപ്ഷൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്കൊരു എന്താ പറയുക, ഒരു ഡെലിവറി ബോയിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ആംഗിൾ സിനാരിയോ നമ്മൾ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, വേറൊരു ഇത് ആഡ് ചെയ്യുക. ഡെലിവറി ഗായ് ഇൻ മോഷൻ ബ്ലർ. അപ്പോൾ ഒരു ഡെലിവറി റൈഡർ ഇൻ ആൻ ഓറഞ്ച് റെയിൻ ജാക്കറ്റ് സ്പീഡ്സ് ത്രൂ ദ വെറ്റ് സ്ട്രീറ്റ് ഓൺ എ റെഡ് സ്കൂട്ടർ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. സ്പ്ലാഷിംഗ് വാട്ടർ അക്രോസ് ദ റിഫ്ലക്റ്റീവ് റോഡ്, റോട്ടിൽ കൂടെ വെള്ളം തെറിപ്പിച്ചിട്ട് പോണ ഒരാൾ, അതൊരു ലോ റോഡ് ലെവൽ ആക്ഷൻ ഷോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ജനറേറ്റ് സ്റ്റോറി ബോർഡ് ഷോട്ട് കൊടുക്കുക. അതിനുശേഷം അതിനെ കോപ്പി ചെയ്യുക, എന്ത് ചെയ്യുക, നേരെ നമ്മൾ നമ്മുടെ ഫ്രീ പിക്കിൽ പോവുക. ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ മറ്റേ ഷോട്ടിൽ ഇത് ജനറേറ്റ് ആയിട്ട് കിട്ടുക. പാൽക്കാരൻ കുറച്ച് സെറ്റപ്പിലാണ് പോകണമെന്ന് തോന്നുന്നു.
പാൻറ്റും ഇതൊക്കെ ഇട്ടിട്ട് പോണ്. പുള്ളി ക്യാനിന്ന് കുറച്ച് പാലൊക്കെ പോകുന്നുണ്ട്. അവിടുന്ന് വണ്ടി നമ്മുടെ അവിടെ നിന്ന് മൂവ് ആയിട്ടുണ്ട്, വണ്ടി കാണാനില്ല. ഇപ്പം അടുത്തൊരു ഷോട്ട് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വേറെ ഷോട്ട് നമ്മൾ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ വീണ്ടും മെയിൻ ഇമേജിൽ നിന്ന് ഇത് ഇമേജ് ജനറേറ്റ് ഇവിടെ കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനും നാനോ ബനാന 2 സെലക്ട് ചെയ്യുക. റേഷ്യോ നമുക്ക് ഏത് റേഷ്യോ ആണ് വേണ്ടത്. ഇപ്പോൾ ഒരു 1:1 ആണ് ഞാൻ ഇത് ഇടുമെന്ന് വിചാരിച്ചോ, പോർട്രേറ്റ്. അതിനെ 2K റെസൊല്യൂഷൻ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രോംപ്റ്റ് കോപ്പി ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഇതിൽ 2 ഓപ്ഷൻ ജനറേറ്റ് ആവണ രീതിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, അവിടെ ജസ്റ്റ് ഒന്ന് 2 3 എത്ര വേണമെന്ന് വേണമെങ്കിൽ 3 കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റൺ അൺലിമിറ്റഡ് കൊടുക്കുക. ഈ റൺ അൺലിമിറ്റഡ് നമ്മൾ 2 3 ഇമേജൊക്കെ ചെയ്യുമ്പോഴുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ അതിൽ 2 കൊടുത്താൽ ഒരെണ്ണം തലതിരിഞ്ഞതും ഒരെണ്ണം മര്യാദയ്ക്കായിട്ടുള്ള ഒരു ഇമേജാണ് വരിക. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആ ഒരു പാൽക്കാരൻ്റെ ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട്, ബാക്കിൽ നിന്നുള്ളൊരു ഷോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഇമേജ് ഇതുവരെ ജനറേറ്റ് ആയിട്ടില്ല. സാധാരണ 10-20 സെക്കൻഡ് കൊണ്ട് ജനറേറ്റ് ആവേണ്ട ഒരു സംഭവമാണിത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിതിൻ്റെ ഒരു നൈറ്റ് ഷോട്ട് എടുക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നോക്കാം. ഓക്കെ, രണ്ടാമത്തെ ഇമേജും ജനറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജ് ഇഷ്ടമായില്ലെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വീണ്ടും റീറൺ ചെയ്താൽ മതി. ഇവിടെയും ഒന്ന് ജസ്റ്റ് ഒന്ന് റീറൺ ചെയ്യുക. അതിപ്പോൾ നമ്മുടെ ബൈക്ക് ഓടിക്കുന്ന ആ ഒരു സ്റ്റോറി റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, മോഷൻ ബ്ലറായിട്ട് പുള്ളി ആ വീടിന് മുന്നിൽ കൂടെ ഡെലിവറി ബോയ് വണ്ടി ഓടിച്ച് പോണ ഒരു ഷോട്ടാണത്. ഓക്കെ, ഇത് രണ്ടാമത്തെ ഷോട്ട്. ഇനി മൂന്നാമത്തെ ഷോട്ട്. അപ്പോൾ അതിൽ ഈ 3 എണ്ണത്തിൽ ആകെ 1 മാത്രമാണ് അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. ഫസ്റ്റത്തെ എനിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു ഔട്ടായി തോന്നി, നല്ല അത്യാവശ്യം റിയലിസ്റ്റിക് ഉണ്ട്. സംഭവം മനസ്സിലായില്ലേ? സംഭവം ഇതന്നെ, നിങ്ങൾക്കൊരു ഇമേജ് നിങ്ങളുടെ കയ്യിൽ 3D മോഡൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം. പ്രോംപ്റ്റ് ഒക്കെ ചെയ്ത് കഷ്ടപ്പെടേണ്ട. ഈ ഒരു പ്ലഗിൻ വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്രോംപ്റ്റ് ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്ത് എടുക്കാം. ഓക്കെ, അടുത്ത ഷോട്ട് ഇതാണ് അടുത്ത ഷോട്ട് വരുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിപ്പോൾ ഫ്രീ പിക്കിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഞാൻ നിങ്ങൾക്ക് ഇനി ഇപ്പോൾ ഫ്രീ പിക്ക് ഇല്ലാത്ത ആൾക്കാർക്ക് ഫ്ലോ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഫ്ലോ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഗൂഗിൾ ജെമിനി പ്രോ കിട്ടുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ അംബാനി ഈ സംഭവം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആർക്കൊക്കെ അറിയുമെന്നറിയില്ല. ജിയോൻ്റെ സിമ്മ് കയ്യിലുള്ള ആൾക്കാർക്ക് മൈ ജിയോൻ്റെ ആപ്പിൽ കയറിയിട്ട് നിങ്ങളുടെ അതിൽ ക്ലെയിം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ 5000 GB ജെമിനി എന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യുക, ക്ലെയിം ചെയ്യുക. ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇമെയിൽ ID മാത്രം കൊടുത്താൽ മതി. അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഇമെയിൽ ID 18 മാസത്തേക്ക് ജെമിനി പ്രോ കിട്ടും. അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇമേജസ് ജനറേറ്റ് ചെയ്യാം. 1K റെസൊല്യൂഷനിൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് 2Kയിൽ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ നമ്മളിനി അപ്ലോഡ് മീഡിയ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഈ അപ്ലോഡ് മീഡിയയിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, നമുക്ക് നമ്മുടെ ഒരു വീട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇത് കൊടുക്കുകയാണ് പകരം വേറൊരു ഇമേജാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. വേറൊരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. വീണ്ടും പോയിട്ട് എന്താ ആ ഒരു വീട് ഇരിക്കേണ്ട സ്ഥലം എവിടെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ കുറച്ച് ഈ ഒരു ഇമേജാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇമേജിൽ കാണുമ്പോൾ നല്ല ട്രോപ്പിക്കലായിട്ടുള്ള പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജ് എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്യാണ്, അതും അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഇമേജ് ഇതാണ് നമ്മുടെ 3D മോഡൽ. ഇതും പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഇമേജാണ്. ഞാനത് ഫസ്റ്റ് ഇവിടെ ലോഡ് ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യണമല്ലോ, ആ കാര്യം വിട്ടുപോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 3D Maxൽ പോയിട്ട് ആ ഒരു നമ്മുടെ പ്ലഗിൻ എടുക്കുക. പ്ലഗിൻ എടുത്തതിന് ശേഷം ഇമേജ് പാത്ത് ബ്രൗസിൽ പോയിട്ട് ആ ഒരു ഫസ്റ്റ് നമ്മുടെ 3D മോഡൽ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ലൊക്കേഷൻ ഇമേജ് ലോക്ക് ചെയ്തിട്ട് ബ്രൗസ് ചെയ്തിട്ട് അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് ഏതാണോ വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജാണ് ലൊക്കേഷനായിട്ട് കൊടുത്തത്. ഓക്കെ, അതിനുശേഷം ഞാൻ വേറെ ലൊക്കേഷൻ റീജിയനൊന്നും കൊടുക്കണില്ല. ബിൽഡിംഗ് സ്റ്റൈൽ വേറെ ഒന്നും കൊടുക്കണില്ല. ഇത് ക്ലോസ് ചെയ്യുക. മൂഡ് നമുക്ക് എന്ത് മൂഡാണ് വേണം, മിഡ് ഡേ, ഗോൾഡൻ അവർ, ബ്ലൂ അവർ, ഡസ്ക്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ തൽക്കാലത്തേക്ക് അതിനൊരു മിഡ് ഡേ കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു സീസൺ നമുക്കൊരു മൺസൂൺ കൊടുക്കാം. അതിൻ്റെ വെതർ നമുക്ക് ക്ലിയർ സ്കൈ കൊടുക്കാം. ഇത്രയും കൊടുത്തിട്ട് ഹ്യൂമൻസ് നമുക്ക് തൽക്കാലത്തേക്ക് വേണ്ട. വെഹിക്കിൾ പ്രസൻസ് നമുക്ക് വേണമെങ്കിൽ ഒരു ഏതാ
ഇലക്ട്രിക് ഫ്ലാഗ്ഷിപ്പ് ടെസ്ലയിൽ വണ്ടി അതിൽ കൊണ്ടിടാം. പിന്നെ എന്താ, അത്രയും ചെയ്തതിന് ശേഷം ജനറേറ്റ് മെയിൻ പ്രോംപ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രോംപ്റ്റ് റെഡിയായി. ഈ പ്രോംപ്റ്റ് റെഡി ആയിട്ട് എന്ത് ചെയ്യുക, അതിനെ കോപ്പി ചെയ്തതിന് ശേഷം എവിടേക്കാണ് കൊണ്ടത്, നേരെ നമ്മുടെ ഫ്ലോയിൽ പോവുക. ഫ്ലോയിൽ ഇപ്പോൾ 2 ഇമേജും അപ്ലോഡ് ആയിട്ടുണ്ട്. ഈ അപ്ലോഡായ രണ്ടാമത്തെ ഇമേജും നമുക്ക് സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടിടുക. ഇപ്പോൾ 2 ഇമേജും വന്നിട്ട് കിട്ടുക. കാരണം 2 ഇമേജ് നമ്മുടെ പ്ലഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജനറേറ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രോംപ്റ്റ് ഇവിടെ കോപ്പി ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നാനോ ബനാന, ഇതിൽ നാനോ ബനാന ഇമേജിൻ്റെ വേർഷനിൽ നമുക്കൊരു 16.9 റേഷ്യോ അല്ലെങ്കിൽ 4:3 അല്ലെങ്കിൽ 3:4 എന്നൊരു റേഷ്യോയിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാം, എത്ര ഓപ്ഷൻ വേണം, 1, 2 വേണമെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റണ്ണ് കൊടുക്കുക. റണ്ണ് കൊടുക്കുമ്പോൾ അതവിടെ ഇമേജ് ജനറേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു 3D മോഡൽ ഈ ഒരു കാണുന്ന ട്രോപ്പിക്കൽ പ്ലാന്റ്സോട് കൂടിയിട്ട് ആ ഒരു കാണുന്ന സീൻ പോലെ അത് ജനറേറ്റ് ആവാണ് ചെയ്യണത്. അതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത് ടെസ്ലയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കിൻ്റെ ഒരു വണ്ടിയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് വേറെ ഒരു വലിയൊരു സംഭവം കൂടി ഉണ്ട്, വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവം. ഓക്കെ, നമ്മുടെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഫ്ലോയിൽ വർക്ക് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് നല്ല രസമായിരിക്കും കാണാം. ഈ ഫ്രീ പിക്ക് പോലെയല്ല, ഔട്ട് ഭയങ്കര രസമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്ലോ, ഞാൻ പറഞ്ഞല്ലോ ജെമിനിയുടെ ഓഫർ ആരും കളയരുത്. നാട്ടിൽ അംബാനി വെറുതെ വാരി വിതറി കൊടുക്കുന്നുണ്ട് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക്. ജിയോൻ്റെ സിമ്മ് മതി. ജിയോൻ്റെ സിമ്മുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, മൈ ജിയോൻ്റെ ആപ്പിൽ കയറിയിട്ട് ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ ഓഫർ കളയരുത്. 18 മാസം ജെമിനി പ്രോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇമേജ് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഇമേജസ് ജനറേറ്റ് ചെയ്യാം. ഈ ഒരു പ്ലഗിൻ വെച്ച് നിങ്ങൾക്ക് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാം. വേറെ യാതൊന്നും നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഈ ഒറ്റ പ്ലഗിൻ മാത്രം മതി. പിന്നെ നിങ്ങൾക്ക് ഇതിൽ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഇമേജ് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, അത്യാവശ്യം കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ ഈ ഒരു മോഡൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് സംഭവം വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ചോ, ഇവിടെ എന്ത് ചെയ്യുക, റീയൂസ് പ്രോംപ്റ്റ് എന്നുണ്ട്. ആ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും നാനോ ബനാനൻ്റെ 2 ഓപ്ഷൻ നമുക്ക് വീണ്ടും ഒന്ന് റൺ ചെയ്യുക. അപ്പോൾ 2 ഓപ്ഷൻസ് വീണ്ടും അത് റൺ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആ ഒരു അടുത്ത 2 ഇമേജസ് ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് രണ്ടാമത്തെ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു ഇമേജ്. ഓക്കെ, ഇതിൽ ഈ ഒരു ഇമേജ് കൊള്ളാം. ഈ ഒരു കാറ് കിടക്കുകയാണെങ്കിൽ ചെറിയ കുട്ടി കാറ് കിടക്കുന്ന പോലെ ഉണ്ട്, ഒരു ഇലക്ട്രിക്. പക്ഷേ ഇത് കൊള്ളാം, അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇനി ഈ ഒരു ഔട്ട്പുട്ട് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്ത്, നമുക്ക് മെയിനായിട്ടുള്ള നമ്മൾ 3D മോഡലിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ലൊക്കേഷൻ ആയിക്കോട്ടെ അവിടുത്തെ ട്രീസ് പ്ലാന്റ്സ് ഒക്കെ വാരി വലിച്ച് ഇതിൽ കൊണ്ടിട്ട് നമുക്കൊരു ഇമേജ് ആ ഒരു പ്ലഗിൻ വെച്ച് നമ്മൾ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്തിട്ട് ആ പ്രോംപ്റ്റ് ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്. ഇനി ആ പ്രോംപ്റ്റ് സെയിം ആ ഒരു പ്രോംപ്റ്റ് ഇത് വെച്ചിട്ട് പ്ലഗിൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഷോർട്സ് സ്റ്റോറി ബോർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതാണ് ഇവിടെ കാണുന്നത്. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് എന്ത് ചെയ്യാണ്, ഒരു ലോ റോഡ് ലെവൽ ആക്ഷൻ ഷോട്ട് കൊടുക്കുകയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റോറി എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യണ്ടേ. അപ്പോൾ എന്നിട്ട് കൊടുക്കുക, ഒരു ആന നടന്നു പോണ ഒരു ഷോട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ലോ റോഡ് ലെവൽ ആക്ഷൻ ഷോട്ടിൽ ഞാൻ ആംഗിളിൽ ഈ സീൻ വിവരിച്ച് കൊടുക്കുകയാണ്. എഐക്ക് ഇന്ന സാധനം വേണം, ഒരു കേരള മജസ്റ്റിക് എലിഫൻറ്റ് വാക്സ് കാംലി അലോങ് ദ റെയിൻ സോക്ഡ് റോഡ്. ഓക്കെ, അതിനുശേഷം താഴേക്ക് വന്നിട്ട് എന്ത് ചെയ്യുക, ജനറേറ്റ് സ്റ്റോറി ബോർഡ്, ജനറേറ്റ് മെയിൻ പ്രോംപ്റ്റ് അല്ല, സ്റ്റോറി ബോർഡ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു സ്റ്റോറി നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടും. അതിനെന്ത് ചെയ്യുക, നേരെ കോപ്പി ചെയ്യുക, ഫ്ലോയിൽ പോവുക. ഇതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഇമേജ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഈ പ്ലസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ താഴെ, അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഇമേജ് ഏതാണെന്ന് വെച്ചാൽ ആ ഇമേജ് ഡബിൾ ക്ലിക്ക് സെലക്ട് ചെയ്യുക. നമ്മുടെ പ്രോംപ്റ്റ് അവിടെ കോപ്പി ചെയ്യുക. നമുക്ക് റേഷ്യോ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ റേഷ്യോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തൽക്കാലം 16:90 റേഷ്യോ 2 വ്യൂ കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് ജനറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എന്താ കൊടുത്തത്, ഒരു ലോ റോഡ് ആക്ഷൻ ഷോട്ടാണ് കൊടുത്തത് അല്ലേ. ആ ഒരു ആന നടന്നു പോണ ഒരു ഷോട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആ ഒരു എന്താ പറയുക സ്റ്റോറി ബോർഡിൽ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഒരു സംഭവം അവിടെ വരും. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഇത് ക്ലീൻ ചെയ്തു, ഇവിടെ ക്ലിയർ ആക്കി. അടുത്ത ഷോട്ട് എനിക്കിത് വേണ്ട, നമുക്കൊരു എന്താ പറയുക ഒരു ബ്ലൂ അവർ സ്ട്രീറ്റ് ക്രോസിംഗ് ഷോട്ട് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും
ജനറേറ്റ് സ്റ്റോറി ബോർഡ് ചെയ്യാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ആ ഒരു സ്റ്റോറി അവിടെ പ്രോംപ്റ്റ് ക്രിയേറ്റ് ആയി. ഈ ഒരു പ്രോംപ്റ്റ് ഞാൻ എടുത്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യാണ്, നമ്മുടെ മെയിൻ ഫ്ലോയിൽ പോവുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആക്ഷൻ ഷോട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ആക്ഷൻ ഷോട്ട്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ചെയ്യും. 1K 2K ഉണ്ട്. 1Kയിലാണ് ഇതിൻ്റെ ഒറിജിനൽ ജനറേറ്റ് ആയിട്ടുള്ളത്. അത് 2Kയിലേക്ക് നമുക്ക് അപ്സ്കെയിൽ ചെയ്ത് കിട്ടും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് 2Kയിലേക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും കേട്ടോ ആ ഒരു ഇമേജ്. അടുത്ത ഇമേജാണ് ഇത്. കണ്ട ഒരു ആക്ഷൻ ഷോട്ട്, താഴെ നിന്ന് മുകളിലേക്ക് നോക്കണ ഒരു ഷോട്ടാണ് ഇത്. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ വീടുണ്ട്, യാതൊരുവിധ മാറ്റങ്ങളും വരാതെ ആ ഒരു വീട് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ആയ ഒരു ഇമേജ് ഇതാണ്. ആ ഒരു 2Kയിൽ എൻഹാൻസ് ചെയ്ത് കിട്ടിയിട്ടുള്ള ആ ഒരു ഷോട്ടാണിത്. ഓക്കെ, പിന്നെ ഞാൻ ചെയ്യാൻ പോണത് എന്ത് ചെയ്യണം, ഇപ്പോൾ അടുത്തൊരു ബ്ലൂ അവർ ഷോട്ടാണ്. ഞാൻ ഈ പ്രോംപ്റ്റ് വീണ്ടും പ്രോംപ്റ്റ് നമുക്ക് റീയൂസ് ചെയ്യേണ്ട, പകരം നമ്മുടെ കോപ്പി ചെയ്തിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിൽ കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ഞാനിത് ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തു. നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ഇവിടെ കോപ്പി ചെയ്യാണ്. 3D Maxൽ നിന്ന് കോപ്പി ചെയ്തിട്ടുള്ളത്. നാനോ ബനാനോ വന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ആ ഒരു ഷോട്ട് എങ്ങനെ വേണം 3/4 എന്താണ് ഞാൻ സെലക്ട് ചെയ്തിട്ട് 2 ഷോട്ട് അല്ലെങ്കിൽ 3 ഷോട്ട് വേണമെങ്കിൽ 3 ഷോട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റൺ കൊടുത്താൽ മതി. ഈ 3 ഷോട്ട് കൊടുത്താലും അതൊക്കെ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ജെമിനിയിലത്തെ ഓഫർ നിങ്ങൾ ആരും കളയരുത്. ജിയോ സിം ഇല്ലാത്തവരെടുത്തോ 18 മാസത്തേക്ക് ജെമിനി പ്രോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. എത്രയും അത് ഓഫർ കളയാണ്ട് എടുത്തോ. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഒറ്റ പ്ലഗിൻ ഉണ്ടെങ്കിൽ ഈ പ്ലഗിൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് കൊണ്ടുവയ്ക്കാം. ദുബായിൽ വേണോ അവിടെ കൊണ്ടുവയ്ക്കാം, അമേരിക്ക, ജപ്പാൻ, എവിടെ വേണമെങ്കിൽ ഏത് കാലാവസ്ഥ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ ഉണ്ടായാൽ മാത്രം മതി. ഞാൻ അതിനൊരു ഉദാഹരണമായിട്ട് വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഒരു ഇമേജ് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ ഫ്ലോയിൽ. ഓക്കെ, ആ ഒരു 3 ഷോട്ട് നമുക്കിവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. സെയിം വീട് റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു ഷോട്ടാണിത്. അപ്പോൾ മുമ്പ് അവിടെ ഈ പറഞ്ഞ പോലെ റോഡ് ക്രോസ് ചെയ്യാനുള്ളതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ മെയിൻ ഇമേജിൽ. പക്ഷേ വേറൊരു ആംഗിളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അവരവിടെ ആഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇതിലത്തെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വില്ല നമ്മുടെ ചേഞ്ച് ആയിട്ടില്ല. ഓക്കെ, ആ ഒരു ഡിസൈൻ നമുക്ക് കറക്റ്റായിട്ട് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഗൂഗിൾ ഇമേജ്, ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ ഉണ്ടല്ലോ, അതിലും ഈ സംഭവം വർക്കാവും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ ക്ലയൻറ്റിൻ്റെ ലൊക്കേഷൻ ഉണ്ട്. ഓക്കെ, ആ ഒരു ക്ലയൻറ്റിൻ്റെ ലൊക്കേഷനിൽ നമുക്ക് ക്ലയൻറ്റിൻ്റെ വീട് 3D മോഡൽ അവിടെ തന്നെ കാണിച്ചു കൊടുക്കണം. നമ്മുടെ കയ്യിൽ 3D മോഡലുണ്ട്, പക്ഷേ പുള്ളിൻ്റെ വീട് നമുക്ക് കറക്റ്റ് ആളുടെ ആ ഒരു സ്ട്രീറ്റ് വ്യൂ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാമല്ലോ ക്ലയൻറ്റിൻ്റെ ഒരു ലൊക്കേഷൻ, അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ഇമേജ് ഇട്ടിട്ട് നമുക്ക് ഈ വില്ല അവിടെ വയ്ക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ ഗൂഗിൾ മാപ്പിൽ വന്നു. ഓക്കെ, ഈ ഒരു ഗൂഗിൾ മാപ്പിൽ വന്നതിന് ശേഷം ഇതാണ് ലൊക്കേഷൻ എന്ന് വിചാരിച്ചോ. ഓക്കെ, ഇത് നമ്മുടെ ദുബായിലെ ഷെയ്ഖ് സയ്യിദ് റോഡാണ് കേട്ടോ. ഈ റോഡിൽ ഇവിടെ മെട്രോ സ്റ്റേഷൻ. ഓക്കെ, ഇപ്പോൾ ഇതിവിടെ അത്യാവശ്യം നല്ല കണ്ണായ സ്ഥലമുണ്ട്. സ്ഥലം വാങ്ങി നമുക്കവിടെ ആ ഒരു വീട് വെക്കണ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. അവിടെ കുറച്ച് ബ്ലറാണ്, കുറച്ചുകൂടെ മാറി കഴിഞ്ഞാൽ ഓക്കെ. എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് നമ്മളൊരു പ്രിൻ്റ് സ്ക്രീൻ കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് കേട്ടോ. ഈ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഇതിനെന്ത് ചെയ്യുക, നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് ക്ലയൻറ്റിൻ്റെ ഒരു ഏരിയ എന്ന് വിചാരിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അവിടേക്ക് ജസ്റ്റ് ഒരു ബോക്സ് വരയ്ക്കുകയാണ് തൽക്കാലത്തേക്ക്. ഇവിടെ ഒരു ബോക്സ് വരയ്ക്കാം. ഓക്കെ, ഇത്രയും സ്ഥലം ഞാനിവിടെ കളർ കൊടുത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട് കളറ്. ഓക്കെ, യെല്ലോ കളർ കൊടുത്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ സേവ് ചെയ്ത് വയ്ക്കുക. തൽക്കാലത്തേക്ക് ഞാൻ അതിനെ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു ഇമേജ് നമ്മൾ എന്ത് ചെയ്യണം, നേരെ നമ്മുടെ ഇതിൽ കൊണ്ടുവരണം അല്ലേ, നമ്മുടെ പ്ലഗിൽ കൊണ്ടുപോയിട്ട് ഇമേജ് പാത്ത് ബ്രൗസിൽ പോയിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഡെസ്ക്ടോപ്പിൽ നിന്ന് നമുക്ക് ആ ഒരു ഇമേജിനെ സെലക്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ക്രീൻഷോട്ട്. സ്ക്രീൻഷോട്ട് അല്ല, നമ്മുടെ 3D മോഡലാണ് നമുക്ക് ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 3D മോഡൽ എന്ന് വിചാരിച്ചോ. ഞാൻ ആ 3D മോഡൽ സെലക്ട് ചെയ്തു. രണ്ടാമത്തെ ലൊക്കേഷൻ ഇമേജ് ഞാൻ എന്ത് ചെയ്യുക, അവിടെ ലോക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ലൊക്കേഷൻ ഇമേജ് ഏതാണ്,
ഒരു സ്ക്രീൻഷോട്ട് അല്ലേ, ആ സ്ക്രീൻഷോട്ട് എടുത്തു. വേറെ വല്ല ലൊക്കേഷനും നമുക്കൊന്നും ആഡ് ചെയ്യാനൊന്നുമില്ല. നമുക്ക് മിഡ് ഡേ കൊടുക്കാം. വേണമെങ്കിൽ അവിടെ മൺസൂൺ വേണമെങ്കിൽ മൺസൂൺ ടൈം ആക്കാം. ദുബായിൽ മഴ പെയ്ത് എങ്ങനെ ഇരിക്കും എന്നുള്ളത് കാണാം. ഓവർകാസ്റ്റ് എന്നുള്ളത് ഓവർകാസ്റ്റ് കിടന്നോട്ടെ, അല്ല പാർഷ്യലി ക്ലൗഡ് ഇട്ട് വയ്ക്കാം. വെഹിക്കിൾ പ്രസൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റീജിയൻ അപ്രോപ്രിയേറ്റ് ലക്ഷറി ഓട്ടോ കൊടുക്കാം. അപ്പോൾ ആ ഒരു ഏരിയയിലുള്ള ലക്ഷറി ഓട്ടോസൊക്കെ വണ്ടികളൊക്കെ അതിൽ വന്നോളും. വേറെ ഒന്നും ചെയ്യാതെ ജനറേറ്റ് മെയിൻ പ്രോംപ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം ആ പ്രോംപ്റ്റ് നമ്മൾ കോപ്പി ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നേരെ നമ്മൾ ഫ്ലോയിൽ പോകണം കേട്ടോ. ഫ്ലോയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ അപ്ലോഡ് കൊടുക്കുകയാണ്. നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട അപ്ലോഡ് മീഡിയ കൊടുക്കുക. അതിനുശേഷം ആദ്യം തന്നെ നമ്മൾ നമ്മുടെ വില്ല ആദ്യം അപ്ലോഡ് ചെയ്യുക. രണ്ടാമത് വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടത് എന്താണ്, ആ ഒരു ഇമേജ് നമുക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ആ 2 ഇമേജും ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഫസ്റ്റത്തെ ഇമേജ് ഞാൻ ലോഡ് ചെയ്തു. ഫസ്റ്റത്തെ ഇമേജ് ലോഡ് ചെയ്തു. രണ്ടാമത്തെ ഇവിടെ ലോഡ് ആവണുള്ളൂ. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇമേജ് നമുക്കിവിടെ ഇതായിട്ടുണ്ട്, അപ്ലോഡ് ആയിട്ടുണ്ട്. അതും നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 ഇമേജസ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. നമ്മുടെ പ്രോംപ്റ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നാനോ ബനാനയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇമേജ് നമ്മൾ ആ റേഷ്യോ 16:90 ഞാൻ കൊടുക്കുകയാണ്. 2 ഔട്ട്പുട്ടാണ് എനിക്ക് വേണ്ടതെന്ന് ഞാൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മുടെ ആ ഒരു 3D മോഡൽ ഒരു മൺസൂൺ ടൈമാണ്. നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ എന്തായിരുന്നു അവസ്ഥ, നല്ല വെയിൽ ഉദിച്ചിട്ട് ഉള്ള ഒരു ഇതല്ലേ സംഭവം. അപ്പോൾ ഇനി നോക്കിക്കോ, അവിടെ നല്ല മഴ പെയ്തിട്ട് നമ്മുടെ വീട് അവിടെ കൊണ്ടച്ച് അവിടെ മുന്നിൽ കൂടെ പോകാനുള്ള ഒരു റോഡ് വരെ ഇട്ട് തരും. 2 ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് പറഞ്ഞല്ലോ, ഒരു ഇമേജ് ഈ പറഞ്ഞ പോലെ തെറ്റായിട്ടായിരിക്കും വരിക. ഒരെണ്ണം മാത്രം മര്യാദയ്ക്ക് വരുള്ളൂ. അഥവാ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീണ്ടും ജനറേറ്റ് ചെയ്യുക. ചിലപ്പോൾ കാർട്ടൂൺ ടൈപ്പിലായിരിക്കും വരിക, ചിലപ്പോൾ നല്ല രസത്തിൽ വരാം. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഫസ്റ്റത്തെ ഇമേജ് രണ്ടാമത്തെ ഇമേജും ഓക്കെ, ആ ഒരു ട്രോപ്പിക്കിൽ മൊത്തം ഇവിടെ കയറി വന്നിട്ടുണ്ട് അതിനിടയിൽ കൂടെ. അപ്പോൾ അത് കറക്റ്റായിട്ടില്ല, ഇതും കറക്റ്റായിട്ടില്ല. നമുക്ക് വീണ്ടും ഒന്നുകൂടി എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് റീയൂസ് പ്രോംപ്റ്റ് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതേപോലെ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ഇമേജസ് ആണ് ഇത് ദുബായിൽ ഈ പറഞ്ഞ പോലെ പിൻട്രസ്റ്റിൽ നിന്ന് ഒരു ഇമേജ് എടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ ഇതിൽ നമുക്ക് ക്യാരക്ടേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ക്യാരക്ടേഴ്സിനെ ആഡ് ചെയ്ത് നമുക്ക് ഭയങ്കര എന്താ പറയുക, നല്ല ഡിഫറെൻറ്റ് മൂഡിൽ നമുക്ക് അതിൻ്റെ ഒരു ഷോട്ടൊക്കെ എടുക്കാൻ പറ്റും. ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് നിലനിർത്താൻ പറ്റും ക്യാരക്ടറിൻ്റെ. പിന്നെ അതേപോലെ തന്നെ അവരുടെ ഒരു ക്ലോസപ്പ് ഷോട്ടൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ കാണാൻ ബ്ലറായിട്ട് നമ്മുടെ ആ ഒരു വില്ലൊക്കെ കറക്റ്റ് ഒരു ചേഞ്ചസ് ഇല്ലാണ്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരുപാട് സ്റ്റോറി ചെയ്യാൻ നമുക്ക് ഇതിനെ ഒരു വീഡിയോ പോലെ ആക്കാം. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ഇപ്പോൾ ഭയങ്കര ലെങ്തായി പോവും ഇങ്ങനെ കുറേ പറഞ്ഞു കഴിഞ്ഞാൽ. സോ തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ നിർത്താണ്. ഇത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു കാര്യങ്ങൾ. അപ്പം നമ്മുടെ ഇമേജ് വീണ്ടും ജനറേറ്റ് ആവുന്നുണ്ട്. ഇവിടെ എന്തൊരു ചെറിയൊരു എറർ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്നും കൂടി ഒന്ന് റീട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും ഒരു ചെറിയൊരു എറർ വന്നിട്ടുണ്ട്, എന്താ സംഭവം എന്നറിയില്ല. ഓക്കെ, അപ്പോൾ സംഭവം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മുടെ കയ്യിലൊരു 3D മോഡലുണ്ട്. നമ്മുടെ കയ്യിൽ അതിന് പറ്റിയൊരു ലൊക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ എവിടെ വേണമെങ്കിലും ഈ ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. എന്തൊട്ട് ഇമേജ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു പ്ലഗിനാണ്. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലഗിനാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് വേറെ ഒരു ലൊക്കേഷൻ കൂടി നോക്കാം. അപ്പോൾ അതിലേക്കുള്ള ഇമേജ് ഭാഗത്ത് നമ്മൾ സെലക്ട് ചെയ്തിടുക. തൽക്കാലത്തേക്ക് ഞാൻ ഈ ഒരു വീട് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ലൊക്കേഷൻ ഇമേജ് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ തൽക്കാലത്തേക്ക് എൻ്റെ ഒരു ലൊക്കേഷൻ നമുക്ക് ഏതെങ്കിലും ഒരു ഗൂഗിൾ മാപ്പിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഇടുക. ഓക്കെ, തൽക്കാലം നമുക്ക് ഇവിടെ വേണമെങ്കിൽ പണിയാം. ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ആദ്യം. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ആ ഒരു സ്ക്രീൻഷോട്ടിൽ നമ്മൾ എഡിറ്റ് ചെയ്യാം കേട്ടോ.
ഇവിടെ നമുക്കിങ്ങനെ ഫില്ല് ചെയ്യുക, ഇതൊന്ന് സേവ് ചെയ്യുക. ഡെസ്ക്ടോപ്പിൽ തന്നെ ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 3D Maxൽ പോയിട്ട് നമ്മുടെ ബ്രൗസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡെസ്ക്ടോപ്പിൽ പോയിട്ട് ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. അത് മോഡേൺ വില്ല ഓപ്ഷൻസൊക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു മിഡ് ഡേ മൺസൂണിൽ ക്ലിയർ സ്കൈ ഞാൻ കൊടുക്കുകയാണ്. അതിനുശേഷം വെഹിക്കിൾ പ്രസൻസ് നമുക്ക് വേണമെങ്കിൽ ഒരു ഫാമിലി പ്രീമിയം SUV എന്നുള്ള കൊടുക്കാം. എന്ത് ചെയ്യുക, ജനറേറ്റ് മെയിൻ പ്രോംപ്റ്റ് ക്ലിക്ക് ചെയ്യുക അല്ലേ. ഓക്കെ, ഇവിടെ ആ ഒരു പ്രോംപ്റ്റ് നമ്മൾ കോപ്പി ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നേരെ ഫ്ലോയിൽ പോവുക. ഇപ്പോൾ ഫ്ലോയിൽ നമുക്ക് നമ്മുടെ മറ്റേ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ആ ഒരു ദുബായിലെ. ഇത് കൊടുത്തപ്പോൾ ഏകദേശം ഓക്കെയാണ്, എന്നാലും ചെറിയ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അത് വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു യെല്ലോ ഏരിയ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ 3D Maxൽ പോയിട്ട് നമ്മുടെ ആ ഒരു യെല്ലോ ഏരിയ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ലൊക്കേഷൻ്റെ നോട്ടിൽ എഴുതി കൊടുക്കണം. ആറ്റ് ദി ഹൗസ് ഓൺ ദി യെല്ലോ മാർക്ക്ഡ് ഏരിയ എന്നുള്ളത്, യെല്ലോ മാർക്ക്ഡ് ബോക്സ് 4 യെല്ലോ മാർക്ക്ഡ് ഏരിയ എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് വേണം പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ കേട്ടോ. മസ്റ്റാണ്. അതിനുശേഷം നമ്മൾ നേരെ ഇതിൽ പോയതിന് ശേഷം എന്ത് ചെയ്യുക, നേരെ അപ്ലോഡ് കൊടുക്കുക അല്ലേ. അപ്പോൾ ആദ്യം അപ്ലോഡ് മീഡിയ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു വില്ല സെലക്ട് ചെയ്ത വില്ല ആഡ് ചെയ്യുക. പിന്നെ അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലൊക്കേഷൻ കൊടുക്കുക. രണ്ടും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ 2 ഇമേജും അവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ആ 2 ഇമേജും ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പ്രോംപ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്യുക. നാനോ ബനാനയിൽ നമുക്ക് അതിൻ്റെ എങ്ങനെയാണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 3x4 അല്ലെങ്കിൽ 4x3 നമുക്ക് ഇട്ടിട്ട് 2 ഷോട്ട് എന്ത് ചെയ്യുക, ജനറേഷൻ കൊടുക്കാം. ഇപ്പം നേരത്തെ നമ്മൾ ദുബായിൽ ചെയ്തപ്പോൾ ഇവിടെ ആ ഒരു യെല്ലോ മാർക്കഡ് ഏരിയ എന്നുള്ളത് മെൻഷൻ ചെയ്യാനായിട്ട് മറന്നുപോയി, വിട്ടുപോയത്. അത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സ്ഥലത്ത് അത് വന്നോളും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു വീട്, ഈ ഒരു വീട് അവിടെ എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും കേട്ടോ. കറക്റ്റ് ആ ഒരു ലൊക്കേഷനിൽ തന്നെ അത് വരും. ഇവിടെ കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്, വണ്ടി കുറച്ചിന് കയറി കിടക്കേണ്ടത് മാത്രം. അത് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഒന്ന് പ്രോംപ്റ്റ് റീയൂസ് ഇട്ട് ഒന്ന് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഔട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. 2 ഔട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇതാണ് ഫസ്റ്റത്തെ ഔട്ട്, രണ്ടാമത്തെ അതാണ് രണ്ടാമത്തെ ഷോട്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു സ്ഥലം നോക്കുക, നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ള ഒരു പ്ലേസ് ഏകദേശം അവിടെ വന്നിട്ടുണ്ടോ നോക്കിയാൽ മതി. ഏകദേശം ആ ഒരു പ്ലേസ് തന്നെ അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാമറ കുറച്ചും കൂടി കയറി പോയിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വീട് മാറ്റിയിട്ട് എന്താക്കി, ആ ഒരു സ്ഥലത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള മോഡൽ അവർ ആഡ് ചെയ്ത് തന്നു. അപ്പോൾ ഗൂഗിളിലെ സ്ട്രീറ്റ് വ്യൂവിൽ ഏതിൽ പോയാലും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ആ ഒരു വീട് നമുക്കവിടെ ആഡ് ചെയ്ത് തരും കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നമുക്കൊന്നും കൂടി പ്രോംപ്റ്റ് റൺ ചെയ്ത് കൊടുക്കാമെന്നുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 ഇമേജിൽ ഏതെങ്കിലും ഒരു ഇമേജിൽ ഈ പറഞ്ഞ പോലെ ഒരെണ്ണം മര്യാദയ്ക്ക് വരില്ല, ഒരെണ്ണം മര്യാദയ്ക്ക് വരും. ഓക്കെ, ചിലപ്പോൾ 2 കറക്റ്റായി വരും, എന്നാലും ചെറിയ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാവാം. നമുക്ക് റീയൂസ് പ്രോംപ്റ്റ് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് റൺ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 2 ഔട്ട്പുട്ട് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ട്രയൽ പോലെയാണ് കാണിക്കുന്നത്. ഇതൊരു ബേസിക്കാണ്. നമ്മൾ ഇതിൻ്റെ പ്ലഗിനൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്ഡേറ്റ് ചെയ്ത് കുറച്ചും കൂടി അടിപൊളിയാവും.
ഇപ്പോൾ ജസ്റ്റ് ഒരു ബേസിക്കാണ്. ആ ഒരു ഇതിൽ തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു പ്ലഗിൻ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്നെ ടെലഗ്രാമിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക. ഇത് മാത്രമല്ല, വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇതൊരു ട്രയൽ പോലെ കാണിച്ചു തന്നു മാത്രം. അതാണ് രണ്ടാമത്തെ ഇമേജ്. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ ഇമേജ് നമുക്ക് ഉള്ള ഔട്ട്. അതേപോലെ രണ്ടാമത്തെ ഇമേജ്, ഇതാണ് രണ്ടാമത്തെ ഇമേജ്. ഓൾമോസ്റ്റ് രണ്ടാമത്തെ ഇമേജിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ മഴ പെയ്തിട്ടുള്ള ഒരു ക്ലിയർ സ്കൈ ആയിട്ടുള്ള ഒരു സംഭവം, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഈ ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ഒക്കെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യണമെങ്കിൽ അതും നമ്മുടെ പ്രോംപ്റ്റിൽ പറഞ്ഞാൽ മതിട്ടാ. ഈ പ്രോംപ്റ്റിൽ എന്ത് ചെയ്യുക, ആഡ് നോട്ട് എന്നുള്ള സംഭവമില്ലേ, യെല്ലോ മാർക്കഡ് ഏരിയ ഇൻസൈഡ് കോമ്പൗണ്ട് വാൾ ആഡ് മോർ ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി നമുക്കതിനെ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാം. അതിനുശേഷം ആ ഒരു ഇതിൽ പോയിട്ട് എന്ത് ചെയ്യുക, പ്ലസ് ആഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വില്ല ഒന്നുകൂടി ആഡ് ചെയ്യുക, ലൊക്കേഷൻ ആഡ് ചെയ്യുക, പ്രോംപ്റ്റ് ഇട്ട് കൊടുക്കുക. 4/3 2 ഔട്ടില്ല റൺ ചെയ്യുക. അപ്പോൾ ആ ഒരു ഔട്ട് കൂടി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ കൂടുതൽ ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ അത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഹെയർ കൂടെ ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു സംഭവം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പ്ലഗിൻ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. അതേപോലെ ഇത് ജസ്റ്റ് ഒരു സാമ്പിളാണ്. നമുക്ക് ഇനി ഇതിൽ ഈ പ്ലഗിൻ ഇങ്ങനെ അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അപ്ഡേറ്റ് ആകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു പ്ലഗിൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പർച്ചേസ് ചെയ്ത ടീംസിന്. ഓക്കെ ഓക്കെ അപ്പോൾ ഇനിയും ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ടൈം ഒരുപാട് കൂടിപ്പോവും. ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, താങ്ക് യു.